നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ കാറ്റഗറി 1 പാർട്ട് 1 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിസംബർ 2020 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് 1 to 30 വരെയാണ്. ഫസ്റ്റ് വൺ, the students who have not done the homework will not be permitted to play in the 7th period. Radha teacher announced. Just then some students started to do their homework. Which learning technique is used by the teacher here? ഗ്രഹപാഠം ചെയ്യാതെ 7ാം പീരീഡിൽ കളിക്കാൻ വിടുന്നതല്ല, രാധ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ടീച്ചർ ഇവിടെ പ്രയോഗിച്ച പഠനതന്ത്രം ഏത്? ഓപ്ഷൻസ്: എ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ധനപ്രബലനം; ബി ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം; സി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, രണപ്രബലനം; ഡി ലോ ഓഫ് എഫക്റ്റ്, ഫലനിയമം. ആൻസർ സി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, രണപ്രബലനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് ക്ലാസ് റൂം ഒബ്സർവേഷൻ, ഡിസ്കഷൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് ഫീഡ്ബാക്ക് ഓഫ് ദ സ്റ്റുഡന്റ്? ക്ലാസ് റൂം പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷണം, ക്ലാസ് ചർച്ചകൾ, വിദ്യാർത്ഥികളുടെ മടക്കധാരണ എന്നിവ ഏത് വിലയിരുത്തലിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ്: അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ വിലയിരുത്തൽ; ബി അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ; സി അസസ്മെന്റ് ആസ് ലേണിംഗ്, പഠനം തന്നെ വിലയിരുത്തൽ; ഡി ഇന്റേണൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്, പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ. ആൻസർ ബി അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫോർ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്? താഴെ കൊടുത്തവയിൽ സമീപന വർജന സംഘർഷത്തിന് യോജിച്ച ഉദാഹരണം ഏത്? ഓപ്ഷൻസ്: എ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് വാച്ചിങ് ക്രിക്കറ്റ് ഇൻ TV, കളിക്കാൻ കൂട്ടുകാരോടൊപ്പം പോകുകയും വേണം, ടിവിയിൽ ക്രിക്കറ്റ് കാണുകയും വേണം; ബി ഫാദർ വിൽ beat and teacher will punish if did not go to school for pretending stomach ache, വയറുവേദനയാണെന്നു പറഞ്ഞ് സ്കൂളിൽ പോയില്ലെങ്കിൽ അച്ഛന്റെ അടിയും സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ ശിക്ഷയും കിട്ടും; സി ഹാവ് ടു പ്ലേ കമ്പ്യൂട്ടർ ഗെയിം ആൻഡ് വാച്ച് കാർട്ടൂൺ, കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയും വേണം, കാർട്ടൂൺ കാണുകയും വേണം; ഡി ഹാവ് ടു സീ ദ ഹൊറിബിൾ ഓൺലൈൻ ക്ലാസ് ഓഫ് ടീച്ചർ ആൻഡ് ഗോ ഫോർ പ്ലേയിങ് ഫുട്ബോൾ, ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം, ഫുട്ബോൾ കളിക്കാൻ പോകുകയും വേണം. ആൻസർ ഡി ഹാവ് ടു സീ ദ ഹൊറിബിൾ ഓൺലൈൻ ക്ലാസ് ഓഫ് ടീച്ചർ ആൻഡ് ഗോ ടു ഫോർ പ്ലേയിങ് ഫുട്ബോൾ, ഇഷ്ടമില്ലാത്ത ടീച്ചറുടെ ഓൺലൈൻ ക്ലാസ് കാണുകയും വേണം, ഫുട്ബോൾ കളിക്കാൻ പോകുകയും വേണം. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ്സ് ആർ കൺസിഡേർഡ് ഇൻ കാൾ റോജേഴ്സ് വ്യൂ ഓഫ് പേഴ്സണാലിറ്റി തിയറി? താഴെ കൊടുത്തവയിൽ കാൾ റോജറിന്റെ വ്യക്തിത്വ സിദ്ധാന്ത കാഴ്ചപ്പാടുകളിൽ പരിഗണിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻസ്: എ സെൽഫ് ആക്ച്വലൈസേഷൻ, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ്; ബി ഐഡിയൽ സെൽഫ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, റിയൽ സെൽഫ്; സി ഐഡിയൽ സെൽഫ്, മെച്യൂർഡ് പേഴ്സണാലിറ്റി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്; ഡി മെച്യൂർഡ് പേഴ്സണാലിറ്റി, ഐഡിയൽ സെൽഫ്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ആൻസർ ബി ഐഡിയൽ സെൽഫ്, ആദർശാത്മക അഹം, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, നിരൂപാധിക പരിഗണന; റിയൽ സെൽഫ്, യഥാർത്ഥാധിഷ്ഠിത അഹം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കറക്റ്റ് ബേസിക് പാരാമീറ്റേഴ്സ് ഓഫ് JP ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ? JP ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയിലെ
ശരിയായ അടിസ്ഥാന ഘടകങ്ങൾ ഏതാണ്? ഓപ്ഷൻസ് എ പ്രോഡക്റ്റ് ഓപ്പറേഷൻസ് യൂണിറ്റ്സ്, ബി ഓപ്പറേഷൻസ് കണ്ടൻസ് പ്രോഡക്റ്റ്, സി കണ്ടൻസ് പ്രോഡക്ട്സ് ക്ലാസസ്, ഡി ഓപ്പറേഷൻസ് കണ്ടൻസ് റിലേഷൻസ്. ആൻസർ ബി ഓപ്പറേഷൻസ് പ്രക്രിയകൾ, കണ്ടൻസ് ഉള്ളടക്കം, പ്രോഡക്ട്സ് ഉൽപ്പന്നങ്ങൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ക്രൈയിങ് അലൗഡ്, ബൈറ്റിംഗ് ദ നെയിൽസ്, ജമ്പിംഗ് വിത്ത് ജോയ് എക്സെട്ര ആർ സം ഓഫ് ദ ചൈൽഡ് റെസ്പോൺസസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദീസ് ഇമോഷൻസ് ഓഫ് ദ ചൈൽഡ്? തീവ്രമായ കരച്ചിൽ, നഖം കടിക്കൽ, തുള്ളിച്ചാടൽ എന്നിവ ശിശുവികാര പ്രതികരണങ്ങളാണ്. ഇവയെല്ലാം താഴെ പറയുന്ന ഏത് ശിശുവികാരങ്ങളുടെ പ്രത്യേകതകളിൽ പെടുന്നു? ഓപ്ഷൻസ് എ ഡക്റ്റബിലിറ്റി വൈകാരിക ദൃശ്യത, ബി ട്രാൻസിസ്റ്ററിനെസ് ചഞ്ചലത, സി ഫ്രീക്വന്റ് ആവർത്തി, ഡി ബ്രീഫ്നെസ് സംക്ഷിപ്തത. ആൻസർ എ ഡക്റ്റബിലിറ്റി വൈകാരിക ദൃശ്യത. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന കാഴ്ചപ്പാടിന് ഏറ്റവും യോജിച്ചത് ഏത്? ഓപ്ഷൻസ് എ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ബുദ്ധിപരമായി പരിമിതിയുള്ളവർ, ബി ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ, സി ദോസ് ഹൂ ഫോർ അതർ റീസൺസ് ഡിസേർവ് മോർ അറ്റൻഷൻ ആൻഡ് കൺസിഡറേഷൻ ദാൻ ദെയർ പിയേഴ്സ് മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ, ഡി ഫിസിക്കലി ആൻഡ് മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ശാരീരിക മാനസിക വൈകല്യമുള്ളവർ. ആൻസർ സി ദോസ് ഹൂ ഫോർ അതർ റീസൺസ് ഡിസേർവ് മോർ അറ്റൻഷൻ ആൻഡ് കൺസിഡറേഷൻ ദാൻ ദെയർ പിയേഴ്സ് മറ്റു കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടവർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, അമ്പിളി ടീച്ചർ ഗോട്ട് ദ ഫോളോയിങ് ഡയഗ്രാം വൈൽ അനലൈസിംഗ് ഹെർ സ്റ്റുഡൻസ് സോഷ്യോഗ്രാം. വിച്ച് ടൈപ്പ് ഓഫ് റിലേഷൻ ഈസ് റിഫ്ലക്റ്റഡ് ഹിയർ? സോഷ്യോഗ്രാം ഉപയോഗിച്ച് കുട്ടികളെ വിശകലനം ചെയ്തപ്പോൾ അമ്പിളി ടീച്ചർക്ക് ലഭിച്ച ചിത്രീകരണം താഴെ കൊടുത്തതുപോലെയായിരുന്നു. ഇത് ഏത് തരം ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ ക്ലിക്ക്, ബി ഗ്യാങ്, സി സ്റ്റാർസ്, ഡി ട്വിൻസ്. ആൻസർ എ ക്ലിക്ക്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, which mental ability according to Piaget if accomplished by a child who is talking to his pillow pretending it as his girlfriend? തലയിണയെ തന്റെ കൂട്ടുകാരായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷെയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? ഓപ്ഷൻസ് എ ഈഗോസെൻട്രിക് തോട്ട് അഹം കേന്ദ്രീകൃത ചിന്ത, ബി അനിമിസം സചേതനത്വം, സി സിംബോളിക് തോട്ട് പ്രതീകാത്മക ചിന്തനം, ഡി സെൻട്രേഷൻ കേന്ദ്രീകരണം. ആൻസർ സി സിംബോളിക് തോട്ട് പ്രതീകാത്മക ചിന്തനം. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ വിൽ ബി ബെനിഫിറ്റഡ് ത്രൂ എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്, റാപ്പിഡ് അഡ്വാൻസ്മെന്റ്, സെപ്പറേറ്റ് ക്ലാസ് ആൻഡ് ഡബിൾ പ്രൊമോഷൻ? പോഷക പഠനം, ശീഘ്ര മുന്നേറ്റം, വേറിട്ട ക്ലാസുകൾ, ഇരട്ടക്കയറ്റം എന്നീ പരിപാടികൾ ഏത് തരം കുട്ടികൾക്കാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഓപ്ഷൻസ് എ ക്രിയേറ്റീവ് ചിൽഡ്രൻ സർഗപരതയുള്ള കുട്ടികൾ, ബി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രതിഭാശാലികൾ, സി ബാക്ക്വേർഡ് ചിൽഡ്രൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, ഡി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ശാരീരിക വൈകല്യമുള്ളവർ. ആൻസർ ബി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രതിഭാശാലികൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് പ്ലേസ് ലേറ്റ് കമേഴ്സ് outside the classroom, but Shari teacher admitted Sanish, a daily late comer, into the class by considering his basic needs.
വിച്ച് സൈക്കോളജിസ്റ്റ് വ്യൂ എനേബിൾ ദ ടീച്ചർ ടു ഡു ദിസ്? മിക്ക അധ്യാപകരും വൈകി വരുന്നവരെ ക്ലാസ്സിന് പുറത്തു നിർത്തുന്നു. എന്നാൽ എന്നും വൈകി വരുന്ന സനീഷിനെ ശാരി ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്നതിനു പകരം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലാസ്സിൽ കയറ്റി. അധ്യാപികയുടെ ഈ പ്രവൃത്തി ഏത് മനഃശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ അബ്രഹാം മാസ്ലോ, ബി കാൾ റോജർ, സി വൈഗോസ്കി, ഡി ജെറോമസ് ബ്രൂണർ. ആൻസർ എ അബ്രഹാം മാസ്ലോ. 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് പ്രോസസ് സ്റ്റേജസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി? നിരീക്ഷണ പഠന സിദ്ധാന്തത്തിന്റെ ശരിയായ പ്രക്രിയാഘട്ടങ്ങൾ ഏത്? ഓപ്ഷൻസ് എ മോഡലിംഗ്, അറ്റൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ, റിട്ടൻഷൻ. ബി അറ്റൻഷൻ, മോഡലിംഗ്, മോട്ടോർ റിപ്രൊഡക്ഷൻ, റീഇൻഫോഴ്സ്മെന്റ്. സി മോട്ടോർ റീപ്രൊഡക്ഷൻ, റിട്ടൻഷൻ, മോഡലിംഗ്, അറ്റൻഷൻ. ഡി മോഡലിംഗ്, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ. ആൻസർ ഡി മോഡലിംഗ് മാതൃക നൽകൽ, അറ്റൻഷൻ ശ്രദ്ധ, റിട്ടൻഷൻ നിലനിർത്തൽ, മോട്ടോർ റിപ്രൊഡക്ഷൻ ചാലക പ്രകടനം. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് റോബർട്ട് ജെ ഹാവിംഗസ്? താഴെ കൊടുത്തവയിൽ റോബർട്ട് ജെ ഹാവിംഗസിന്റെ വികസന പ്രവൃത്തിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ എസ്തെറ്റിക് ഫോഴ്സ് സൗന്ദര്യാത്മക ശക്തി, ബി ഫിസിക്കൽ മെച്ചുറേഷൻ ശാരീരിക പരിപക്വനം, സി വാല്യൂസ് ആൻഡ് ആസ്പിരേഷൻസ് മൂല്യങ്ങളും താല്പര്യങ്ങളും, ഡി കൾച്ചറൽ പ്രഷർ സാംസ്കാരിക സമ്മർദ്ദം. ആൻസർ എ എസ്തെറ്റിക് ഫോഴ്സ് സൗന്ദര്യാത്മക ശക്തി. 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഡെഫിനിഷൻ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ്? താഴെ കൊടുത്ത പ്രസ്താവനകളിൽ വൈകാരിക ബുദ്ധിയുടെ നിർവചനമായി കണക്കാക്കാവുന്നത് ഏത്? ഓപ്ഷൻസ് എ എബിലിറ്റി ടു കൺട്രോൾ ദ ഇമോഷണൽ സ്റ്റേറ്റ് ഇന്റലക്ച്വൽസ് വൈകാരികാവസ്ഥയെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവ്, ബി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് വൺസെൽഫ് ആൻഡ് അതേഴ്സ് തന്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, സി ബി സെൽഫ് മോട്ടിവേറ്റഡ് സ്വയം പ്രചോദിതമാകുക, ഡി ഓൾ ഓഫ് ദ എബോവ് മുകളിൽ പറഞ്ഞവ എല്ലാം. ആൻസർ ഡി ഓൾ ഓഫ് ദ എബോവ് മുകളിൽ പറഞ്ഞവ എല്ലാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് കൺസെപ്റ്റ്സ്. താഴെ കൊടുത്ത ആശയങ്ങൾ പരിഗണിക്കുക. എ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആശയദാന മാതൃക, ബി റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിപ്രക്രിയ അധ്യാപനം, സി ഡയലോജിക്കൽ ലേണിംഗ് സംവാദനാത്മക പഠനം, ഡി ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തൽ പഠനം. വിച്ച് ഓഫ് ദം ആർ അസോസിയേറ്റഡ് ടു ദ ഐഡിയാസ് ഓഫ് ജെറോം എസ് ബ്രൂണർ? ഇവയിലേതാണ് ജെറോമസ് ബ്രൂണറുടെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ ബി ആർ കറക്റ്റ്, ബി സി ആർ കറക്റ്റ്, സി എ ഡി ആർ കറക്റ്റ്, ഡി ഓൾ ആർ കറക്റ്റ്. ആൻസർ സി എ ഡി ആർ കറക്റ്റ്. എ എന്ന് പറയുന്നത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും ഡി എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗുമാണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ബെറ്റർ ടു ക്ലീൻ ദ ക്ലാസ് റൂം ബൈ ഗേൾസ്, ലെറ്റ് ദ ബോയ്സ് അറേഞ്ച് ദ ബെഞ്ചസ് ആൻഡ് ഡെസ്ക്. ക്ലാസ് ടീച്ചർ അനൗൺസ്ഡ്. ദിസ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ ടീച്ചർ ഇൻഡിക്കേറ്റ്. പെൺകുട്ടികൾക്ക് ക്ലാസ് അടിച്ചു വൃത്തിയാക്കുന്ന പണിയാണ് കൂടുതൽ നല്ലത്. ആൺകുട്ടികൾ ഡെസ്കും ബെഞ്ചും മാറ്റിയിടട്ടെ. ക്ലാസ് ടീച്ചർ പറഞ്ഞു. ടീച്ചറുടെ ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ് എ ജെൻഡർ സ്റ്റീരിയോടൈപ്പ്, ബി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സി ജെൻഡർ ബയാസ്, ഡി ജെൻഡർ ഐഡന്റിറ്റി. ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ.
17ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ കറക്റ്റ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ പേഴ്സൺ? ഒരു വ്യക്തിയുടെ വികാസത്തിൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാരമ്പര്യ ഘടകങ്ങൾ ശരിയായത് ഏത്? ഓപ്ഷൻസ് എ സെക്സ്, ന്യൂട്രീഷൻ, ഓർഡർ ഓഫ് ബർത്ത്, റേസ്. ലിംഗഭേദം, പോഷകാഹാരം, ജനനക്രമം, വംശം. ബി ഗ്ലാൻസ്, ഫാമിലി സ്റ്റാറ്റസ്, സെക്സ്, ഓർഡർ ഓഫ് ബർത്ത്. ഗ്രന്ഥികൾ, കുടുംബ നിലവാരം, ലിംഗഭേദം, ജനനക്രമം. സി സെക്സ്, റേസ്, ഗ്ലാൻസ്, ഓർഡർ ഓഫ് ബർത്ത്. ലിംഗഭേദം, വംശം, ഗ്രന്ഥികൾ, ജനനക്രമം. ഡി ഗ്ലാൻസ്, സെക്സ്, റേസ്, ഇന്റലിജൻസ്. ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. ആൻസർ ഡി ഗ്ലാൻസ്, സെക്സ്, റേസ്, ഇന്റലിജൻസ്. ഗ്രന്ഥികൾ, ലിംഗഭേദം, വംശം, ബുദ്ധിശക്തി. 18ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് സിമിലർ ടു ദ ലോ ഓഫ് പ്രോക്സിമിറ്റി? താഴെ കൊടുത്ത കൂട്ടങ്ങളിൽ സാമീപ്യ നിയമത്തിന് സമാനമായ കൂട്ടം ഏത്? ആൻസർ ഡി. 19ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഫാക്ടർ ഓഫ് ഇന്റലിജൻസ് അക്കോർഡിംഗ് ടു സ്റ്റേൺബർഗ് ദാറ്റ് സ്പെസിഫൈസ് ability to behave up to the situation and make the environment favorable to the individual. വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധിയെന്ന് റോബർട്ട് ജെ സ്റ്റോൺബർഗ് വിശേഷിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘടകം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ് എ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ്, ബി എക്സ്പെരിമെൻഷ്യൽ ഇന്റലിജൻസ്, സി കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്, ഡി ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ആൻസർ സി കോണ്ടെക്സ്റ്റുവൽ ഇന്റലിജൻസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ദ PTA decided to expel a child for regular theft from the school, but the class teacher requested to give him an opportunity to continue his education by understanding his family background, justice and equality to the child. Which of the moral principles of Kohlberg's is related with the dealing of the teacher? വിദ്യാലയത്തിൽ നിരന്തരമായി മോഷണം നടത്തുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് PTA ആലോചിച്ചപ്പോൾ അവന്റെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ശിക്ഷ നൽകാതെ നീതിയും സമത്വവും പരിഗണിച്ച് തുടർ പഠനത്തിന് അവസരം നൽകി. അധ്യാപകന്റെ ഈ പ്രവൃത്തി കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് എ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്, ശിക്ഷയും അനുസരണയും, ബി യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, സാർവജനീയ സദാചാര തത്വം, സി ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, സാമൂഹിക സുസ്ഥിതി പാലനം, ഡി സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, സാമൂഹിക വ്യവസ്ഥ നിയമപരം. ആൻസർ ബി യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, സാർവജനീന സദാചാര തത്വം. 21ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി, വികാസം ക്രമീകൃതമാണ്, ബി ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ, വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു, സി ഡെവലപ്മെന്റ് ഈസ് പ്രെഡിക്റ്റബിൾ, വികാസം പ്രവചനീയമാണ്, ഡി ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ആൻസർ ബി ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ, വികാസം വിശേഷത്തിൽ നിന്നും സാമാന്യത്തിലേക്ക് കടക്കുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ രമേഷ് മാസ്റ്റർ gave group activities and provided chances to share experience in the classroom. Which type of intelligence of students will be improved through these activities? രമേഷ് മാസ് ക്ലാസ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നൽകി കുട്ടികളുടെ ഏത് തരം ബുദ്ധി വർദ്ധിപ്പിക്കാനാണ് ഈ പ്രവർത്തനം സഹായിക്കുക?
ഓപ്ഷൻസ് എ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആന്തരിക വൈയക്തിക ബുദ്ധി, ബി ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ശാരീരിക ചലനപരമായ ബുദ്ധി, സി ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഭാഷാപരമായ ബുദ്ധി, ഡി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വ്യക്ത്യാന്തര ബുദ്ധി. ആൻസർ ഡി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വ്യക്ത്യാന്തര ബുദ്ധി. 23ാമത്തെ ക്വസ്റ്റ്യൻ. സംഗീത ടീച്ചർ ഡിവൈഡഡ് ദ സ്റ്റുഡൻസ് into 6 groups. Then part of same article was given to each group. The group were given the opportunity to ask questions each other, summarize the ideas, explain some parts and comment on what will happen next. What is the strategy adopted by the teacher here? സംഗീത ടീച്ചർ ക്ലാസ്സിലെ 6 ഗ്രൂപ്പുകളിൽ ഒരു ലേഖന ഭാഗം നൽകി. ഗ്രൂപ്പുകളോട് പരസ്പരം ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും ആശയങ്ങൾ ചുരുക്കുന്നതിനും ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനും ഇനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചും അഭിപ്രായം പറയുന്നതിനും അവസരം നൽകി. എങ്കിൽ ടീച്ചർ ഇവിടെ സ്വീകരിച്ച തന്ത്രം എന്ത്? ഓപ്ഷൻസ് എ ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തൽ പഠനം, ബി കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആശയദാന മാതൃക, സി ഡയലോജിക്കൽ ലേണിംഗ് സംവാദനാത്മക പഠനം, ഡി റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം. ആൻസർ ഡി റെസിപ്രോക്കൽ ടീച്ചിങ് പ്രതിക്രിയ അധ്യാപനം. 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് പെയർ? താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻസ് എ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തോണ്ടേക്ക്, ബി റെസ്പോൺസ് സ്റ്റിമുലസ് ബി.എഫ്. സ്കിന്നർ, സി പ്രോഗ്രാംഡ് ലേണിംഗ് വോൾഫ്ഗാങ് കോഹ്ലർ, ഡി റെസ്പോൺസ് സ്റ്റിമുലസ് ഇവാൻ പാവ്ലോവ്. ശരിയായ ജോഡിയാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. ആൻസർ ബി റെസ്പോൺസ് സ്റ്റിമുലസ് ബി.എഫ്. സ്കിന്നർ പ്രതികരണ ചോദകം സ്കിന്നറിന്റെയാണ്. ഇനി 25ാമത്തെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഗിവൺ ആസ് ആൻ ഇൻസ്ട്രക്ഷൻ ഫോർ ടീച്ചിങ് സ്ലോ ലേണേഴ്സ്? താഴെ പറയുന്നവയിൽ മന്ദപഠിതാക്കളെ പഠിപ്പിക്കുന്നതിന് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ ഗിവ് സിമ്പിൾ ലേണിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ ബി കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി വിജയകരമായി പൂർത്തിയാക്കാവുന്ന ചെറിയ പഠന പ്രവർത്തനങ്ങൾ നൽകുക, ബി ഗിവ് ചലഞ്ചിങ് ലേണിംഗ് ടാസ്ക് വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക, സി ഗിവ് സ്മോൾ ആൻഡ് ഓർഗനൈസ്ഡ് ലേണിംഗ് ടോപ്പിക്സ് ചെറുതും ക്രമീകൃതവുമായ പാഠഭാഗങ്ങൾ നൽകുക, ഡി ഡിവൈഡ് ദ ടോപ്പിക്സ് ഇൻടു സ്മോൾ യൂണിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഇൻ ടൈം പാഠഭാഗങ്ങൾ ചെറിയ ഭാഗങ്ങളായി നൽകി ഓരോ ഘട്ടത്തിലും മടക്കധാരണ നൽകുക. ആൻസർ ബി ഗിവ് ചലഞ്ചിങ് ലേണിംഗ് ടാസ്ക് വെല്ലുവിളി ഉയർത്തുന്ന പഠന പ്രവർത്തനങ്ങൾ നൽകുക. 26ാമത്തെ ക്വസ്റ്റ്യൻ. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ. ചില പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്നു. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കനോട്ട് ബി കൺട്രോൾഡ് ബൈ ഗിഫ്റ്റ് ഓർ റെക്കഗ്നിഷൻ. ബാഹ്യാഭിപ്രേരണ സമ്മാനങ്ങൾ കൊണ്ടോ അംഗീകാരങ്ങൾ കൊണ്ടോ നിയന്ത്രിക്കപ്പെടുന്നില്ല. ബി ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഫോംഡ് ഫ്രം ഇൻസൈഡ്. സ്വയം പ്രചോദിതമായി ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ. സി എൻട്രിൻസിക് മോട്ടിവേഷൻ ഡു നോട്ട് കോസ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബാഹ്യാഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് കാരണമാകുന്നില്ല. ഡി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ സംടൈംസ് ലീഡ് ടു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബാഹ്യ അഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. വിച്ച് ഓഫ് ദം ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു മോട്ടിവേഷൻ? ഇവയിൽ അഭിപ്രേരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ ആൻഡ് ബി ആർ കറക്റ്റ്, ബി എ ആൻഡ് സി ആർ കറക്റ്റ്, സി ബി ആൻഡ് ഡി ആർ കറക്റ്റ്, ഡി ഓൾ ആർ കറക്റ്റ്. ആൻസർ ബി ആൻഡ് ഡി ആർ കറക്റ്റ്. ബി എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഫോംഡ് ഫ്രം
ഇൻസൈഡ്. സ്വയം പ്രചോദിതമായ ഉള്ളിൽ നിന്നും രൂപപ്പെട്ടു വരുന്നതാണ് ആന്തരിക അഭിപ്രേരണ. ഇനി ഡി എന്ന് പറയുന്നതോ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ സംടൈംസ് ലീഡ് ടു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബാഹ്യാഭിപ്രേരണ ആന്തരിക അഭിപ്രേരണയ്ക്ക് ചിലപ്പോൾ കാരണമായി തീരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഫോർ ദ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് പറയുക. ഓപ്ഷൻസ് എ ഹ്യൂമൻ റൈറ്റ് ആക്ട്, ബി മെന്റൽ ഹെൽത്ത് ആക്ട്, സി പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്, ഡി നാഷണൽ ട്രസ്റ്റ് ആക്ട്. ആൻസർ എ ഹ്യൂമൻ റൈറ്റ് ആക്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ. തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അസസിംഗ്. ഡാഷ് വിലയിരുത്തുന്നതിന് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നു. ഓപ്ഷൻസ് എ മെമ്മറി ഓർമ്മ, ബി പേഴ്സണാലിറ്റി വ്യക്തിത്വം, സി ഇന്റലിജൻസ് ബുദ്ധി, ഡി ആപ്റ്റിറ്റ്യൂഡ് അഭിക്ഷമത. ആൻസർ ബി പേഴ്സണാലിറ്റി വ്യക്തിത്വം. 29ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് ക്യാൻ ബി സീൻ ഇൻ ദ ഫീച്ചേഴ്സ് ഓഫ് എലക്ട്ര കോംപ്ലക്സ് ആൻഡ് ഈഡിപ്പസ് കോംപ്ലക്സ്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനോലൈംഗിക വികാസഘട്ടത്തിൽ പിതൃകാമനയും മാതൃകാമനയും എന്ന സവിശേഷതകൾ കാണപ്പെടുന്ന ഘട്ടം ഏത്? ഓപ്ഷൻസ് എ ജെനിറ്റൽ സ്റ്റേജ് ജനനേന്ദ്രിയ ഘട്ടം, ബി ലേറ്റൻസി സ്റ്റേജ് നിർലീന ഘട്ടം, സി ഫാലിക് സ്റ്റേജ് ലിംഗഘട്ടം, ഡി ആനൽ സ്റ്റേജ് ഗുദഘട്ടം. ആൻസർ സി ഫാലിക് സ്റ്റേജ് ലിംഗഘട്ടം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് ഡിസ്ലെക്സിയ? താഴെ കൊടുത്ത പ്രസ്താവനയിൽ വായനാ വൈകല്യവുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ സം വേർഡ്സ് ആർ ലെഫ്റ്റ് ഔട്ട് വൈൽ റീഡിംഗ്. വായിക്കുമ്പോൾ ചില പദങ്ങൾ വിട്ടുവായിക്കുന്നു. ബി റീഡ്സ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് വെയർ ഇറ്റ് ഷുഡ്. നിർത്തേണ്ടടുത്ത് നിർത്താതെ വായിക്കുന്നു. സി ലീവിംഗ് 1 or 2 ലൈൻസ്. 1-2 വരികൾ വിട്ടുവായിക്കുന്നു. ഡി റീഡിംഗ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ മീനിങ്. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു. അപ്പം ഡിസ്ലെക്സിയുമായി ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി റീഡിംഗ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ മീനിങ്. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നു.